കഴിഞ്ഞ ദിവസം ദില്ലിയിലെത്തിയ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് RSS നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തിയതിന് തൊട്ടു പിന്നാലെ BJPയുടെ കേന്ദ്ര നേതൃത്വം അടിയന്തരമായി യോഗം ചേർന്നിരിക്കുന്നു. ആ യോഗത്തിന്റെ പ്രധാന തീരുമാനം 2027 നടക്കുന്ന ഉത്തർപ്രദേശ് നിയമസഭാ തെരഞ്ഞെടുപ്പ് യോഗി തന്നെ നയിക്കുമെന്നാണ്. RSSന്റെ പൂർണ്ണ പിന്തുണ യോഗിക്ക് ലഭിക്കുകയും യോഗിക്ക് പിന്നിൽ RSS അണിനിരക്കുകയും UPയിൽ ശുദ്ധീകരണ പ്രക്രിയ ആരംഭിക്കുകയും ചെയ്തതിന് തൊട്ടു പിന്നാലെയാണ് BJP നേതൃത്വത്തിന്റെ ഈ ഒരു നീക്കം. ഒപ്പം തന്നെ ഉത്തർപ്രദേശിലെ സംസ്ഥാന നേതാക്കൾക്ക്, അതായത് ഉപമുഖ്യമന്ത്രി മൗര്യ അടക്കമുള്ളവർക്ക് കർശനമായ നിർദ്ദേശവും കേന്ദ്രം നൽകിക്കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ പാർട്ടിയുടെ കാര്യങ്ങളും മറ്റും പൊതു ഇടങ്ങളിൽ പറയരുത്, അതിന് പാർട്ടിയിൽ വേദികളുണ്ട്, ആ വേദികളിൽ മാത്രം അതിനെക്കുറിച്ച് പറയുക, അതിന് പരിഹാരമുണ്ടാക്കാനുള്ള ശ്രമം തുടരുകയാണ് എന്നൊരു കർശന നിർദ്ദേശവും കൊടുത്തിരിക്കുന്നു. ഏതായാലും യോഗി ആദിത്യനാഥിനെ സംബന്ധിച്ച് ഇപ്പോൾ നടക്കാൻ പോകുന്ന 10 നിയമസഭാ തെരഞ്ഞെടുപ്പുണ്ട്, അതൊരു നിർണായകമാണ്. ഒപ്പം തന്നെ ഇപ്പോൾ RSSന്റെ പിന്തുണ നേടിയെടുക്കാൻ യോഗി ആദിത്യനാഥിന് കഴിഞ്ഞു. ഒപ്പം തന്നെ ഇപ്പോൾ BJPയുടെ നേതൃത്വവും യോഗി ആദിത്യനാഥിനെ തന്നെ വിശ്വസിച്ചുകൊണ്ട് മുൻപോട്ട് പോകാനുള്ള ഒരു തീരുമാനമാണ്. അതായത് ഉടനടി UPയിൽ മുഖ്യമന്ത്രി മാറില്ല എന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുന്നു. ഒപ്പം തന്നെ UPയിലെ പ്രശ്നമുണ്ടാക്കുന്ന നേതാക്കളോട് പരസ്യ പ്രസ്താവന ഒഴിവാക്കണമെന്നും പാർട്ടി വേദിയുള്ളത് പറയണമെന്നും പരിഹാരമുണ്ട് എന്നും പറയുമ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പിന് ശേഷം ഉത്തർപ്രദേശിലെ സർക്കാരിൽ ഒരു പുനഃസംഘടന ഉണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. ഒപ്പം തന്നെ പാർട്ടി അധ്യക്ഷൻ മാറുകയുമാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.